നമസ്കാരം. സിൽവർ ഫെദർ ടാരോട്ടിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്നത്തെ എനർജി എന്താണെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നത് മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. കിങ് ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്, 8 ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്, ലവേഴ്സ് വന്നിട്ടുണ്ട്. കാർഡ് ബ്ലർ ചെയ്യാണ്, യൂട്യൂബിൽ കാണിക്കാൻ പാടില്ല. ഏസ് ഓഫ് കപ്പ് വന്നിട്ടുണ്ട്, ഹെർമിറ്റ് 5 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്, ഫോർ ഓഫ് കപ്സ്, ജസ്റ്റിസ്, ഫോർ ഓഫ് വാൻഡ്സ്, ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ്, ഹെയറോഫന്റ്. ഇന്നത്തെ റീഡിംഗ് ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആയിട്ടാണ് കൂടുതൽ പേർക്കും റെസനേറ്റ് ആവുക. ഇതിൽ പലർക്കും ഒരു പുതിയ പ്രണയം, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന, വളരെയധികം നിങ്ങൾ താല്പര്യപ്പെടുന്ന ഒരു പുതിയ പ്രണയം നിങ്ങളിലേക്ക് വരുന്നതായി കാണുന്നുണ്ട്. ഇതിൽ പലരും ഒരു പക്ഷേ ഇവിടെ 5 ഓഫ് കപ്സ് എനർജി വന്നിട്ടുണ്ട്. ഒരു ബ്രേക്കപ്പിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം. ഒരു ബന്ധം ഉപേക്ഷിച്ച്, ഒരു ബന്ധം നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ട് അത്യധികം വ്യസനത്തോടു കൂടിയിരിക്കുന്ന കുറച്ച് പേരുടെ എനർജി എനിക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ നിങ്ങൾ നഷ്ടപ്പെട്ടതിനെക്കുറിച്ചോർത്ത് വിഷമിക്കാതെ നിങ്ങൾക്ക് പുതുതായി വരുന്ന ഒരവസരത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് നല്ലത് എന്ന് പ്രപഞ്ചം അഡ്വൈസ് തരുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെട്ടിട്ടില്ല. ഇപ്പോഴും ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ബാക്കി നിൽപ്പുണ്ട്. കൂടാതെ ഇവിടെ 4 ഓഫ് കപ്സിൻ്റെ എനർജി ഉണ്ട്. നിങ്ങൾക്ക് പ്രപഞ്ചം നിഷേധിച്ചതിലാണ് നിങ്ങളിപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നത്. അത് വിട്ടുകളയണം. അത് നിങ്ങൾക്കുള്ളതല്ല എന്ന് മനസ്സിലാക്കണം. നിങ്ങൾക്ക് വേണ്ടി പുതിയ ഒരു അവസരം വരുന്നുണ്ട്, പ്രപഞ്ചം വെച്ച് നീട്ടുന്നുണ്ട്. അത് മനസ്സിലാക്കി അത് തുറന്ന മനസ്സോടുകൂടി സ്വീകരിക്കാൻ തയ്യാറാവുക. വളരെ കൃത്യമായി കാണുന്നുണ്ട്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിനെല്ലാം ഒരു പരിഹാരം, നിങ്ങൾക്കൊരു ജസ്റ്റിസ്, ഒരു നീതി നിങ്ങൾക്ക് വരുന്നുണ്ട്. നിങ്ങൾ നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുകയേ വേണ്ട. ഒരു ഹാർമണി, സെലിബ്രേഷൻ, മാരേജ്, ഇതൊക്കെ ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്. ഒരു യൂണിയൻ, പലർക്കും ഒരു റീയൂണിയൻ ആയിരിക്കാം, അല്ലെങ്കിൽ പാസ്റ്റിൽ നിന്നുള്ളൊരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു പുതിയ ബന്ധമായിരിക്കാം. ഒരു റീയൂണിയനും ഒരു
പാർട്ട്ണർഷിപ്പോ ഒരു പുതിയ ബന്ധമോ ഒരു പ്രണയബന്ധമോ ആയിരിക്കാം, അല്ലെങ്കിൽ കൂടുതലും മാരേജ് ട്രഡീഷണൽ വാല്യൂസ് ഫോളോ ചെയ്തുകൊണ്ടുള്ള ഒരു മാരേജും വളരെ ഹാർമോണിയസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനുമാണ് വരാൻ ഇരിക്കുന്നത് എന്നുള്ള സൂചനയാണ് ഇന്നത്തെ റീഡിങ്ങിൽ തരുന്നത്. എന്തായാലും നിങ്ങൾ സ്റ്റക്കായൊരു സിറ്റുവേഷനായി ഇരുന്നിരിക്കുകയാണെങ്കിൽ, കുറേ പേര് കുറച്ച് നാളത്തേക്ക് ഒരു സ്റ്റക്കായ സിറ്റുവേഷൻ, അത് മെയിനായി റിലേഷൻഷിപ്പിൽ തന്നെ ആയിരിക്കാം. വളരെ കുറച്ച് പേർക്ക് നിങ്ങൾ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ, സ്റ്റക്കായൊരു സിറ്റുവേഷനിലാണ് നിങ്ങൾ ഉള്ളതെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്കൊരു മോചനം വരുന്നുണ്ട്. നിങ്ങൾ കുറച്ച് പേർ വളരെയധികം ഈ സ്റ്റേജെല്ലാം കടന്നുപോയി, നഷ്ടങ്ങളെ ദുഃഖിക്കുന്ന സ്റ്റേജ് കടന്നുപോയി, ദുഃഖിച്ചിരിക്കുന്ന സ്റ്റേജ് കടന്നുപോയി. നിങ്ങളിലേക്ക് പുതിയ ഒരു ആശയം, നിങ്ങളെ വൈകാരികമായി തൃപ്തിപ്പെടുത്തുന്ന പുതിയ ഒരു ആശയം വരികയും അത് സ്വീകരിച്ച് പാഷനേറ്റായി മുന്നോട്ട് പോകാൻ തന്നെ, എന്തും വരട്ടെ ഞാൻ നേരിട്ടോളാം, എനിക്ക് കഴിഞ്ഞു പോയതൊന്നും എനിക്ക് പ്രശ്നമല്ല, എന്തും വരട്ടെ ഞാൻ നേരിട്ട് കൊള്ളാം എന്നുള്ളൊരു ധൈര്യത്തോടു കൂടി മുന്നേറുകയും അങ്ങനെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു സന്തുലിതാവസ്ഥ, ഒരു സുസ്ഥിരത, ഒരു നീതി നിങ്ങൾക്ക് ലഭിക്കുന്നതായും കാണുന്നുണ്ട്. ഈ സാഹചര്യം ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ആത്മാർത്ഥതയ്ക്കുള്ള പ്രതിഫലം നിങ്ങൾക്ക് എന്തായാലും ലഭിക്കുന്നതായിരിക്കും. ഈ റിലേഷൻഷിപ്പ്, പലർക്കും ഈ റിലേഷൻഷിപ്പിന് നിങ്ങളുടെ ഭാഗത്തു നിന്നായിരിക്കും കൂടുതൽ എഫർട്ട് വേണ്ടി വന്നിട്ടുണ്ടായിരിക്കുക. പക്ഷേ ഈ ജസ്റ്റിസ് നിങ്ങൾക്കാണ് കൂടുതലും ലഭിക്കുന്നത്. നിങ്ങൾക്ക് പലർക്കും ഈ ഒരു കാലഘട്ടത്തിലൂടെ ഈ നിരാശയെ തുടർന്ന്, ഈ നഷ്ടപ്പെടലിനെ തുടർന്ന് പലരും ഒരു സ്പിരിച്വൽ പാത്തിലേക്ക്, കൂടുതൽ പ്രാർത്ഥനയിലേക്കും കൂടുതൽ സെൽഫ് ഇംപ്രൂവ്മെൻറ്റിലേക്കും ശ്രദ്ധ തിരിച്ചതായി കാണുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് ജസ്റ്റിസ് വരുന്നുണ്ട്, ഹാർമണി വരുന്നുണ്ട്, യൂണിയൻ വരുന്നുണ്ട്. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ഉപദേശം അതാണ്: നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിച്ചിരുന്നത് മതി, എഴുന്നേൽക്കുക, കിങ് ഓഫ് വാൻസ് എനർജിയിലെത്തുക, മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് വേണ്ട ഇത് പ്രപഞ്ചം നിങ്ങൾക്ക് ബ്ലെസ്സിങ് ആയി തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നീതി ലഭിക്കും, നിങ്ങൾക്ക് ജീവിതത്തിൽ സുസ്ഥിരത ലഭിക്കും, നിങ്ങൾക്ക് ജീവിതത്തിൽ പുരോഗതി ലഭിക്കും. വളരെ നല്ല പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ് ഇന്നത്തെ റീഡിങ്ങിൽ ലഭിച്ചിരിക്കുന്നത്. വളരെ ചെറിയൊരു റീഡിംഗ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.